ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മൾ ഇന്നൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. അപ്പോൾ യൂഷ്വലി ഒത്തിരി പേര് പറഞ്ഞാൽ നമ്മുടെ കളർ പാറ്റേൺസ് കുറച്ച് ചേഞ്ച് ചെയ്ത് ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടുവരണം. സോ ഇതിൽ ഫുള്ളും ലൈറ്റ് ആയിട്ടുള്ള യൂഷ്വൽ ഉള്ള കളർ പാറ്റേൺസേ അല്ല. അപ്പം ഒത്തിരി പേര് പറഞ്ഞായിരുന്നു, നമ്മൾ നോർമലി നിങ്ങൾക്ക് തന്നെ അറിയാം ഡാർക്ക് ഷെയ്ഡ്സുകളാണ് എപ്പോഴും കോമൺലി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ലൈറ്റ് ഷെയ്ഡ്സും ഇതുവരെ എടുക്കാത്ത ടൈപ്പ് ഷെയ്ഡ്സുകൾ വേണമെന്ന് പറയുന്നത്, കൂടുതലും ലൈറ്റ് കളേഴ്സ്. അപ്പം കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്നത് ഇങ്ങനത്തെ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഹെവി വർക്ക് ആണ് ചെയ്തേക്കുന്നത്. അതായത് സെന്ററിൽ ഹെവി പാനൽ വർക്ക് ചെയ്തേക്കുന്നു. അന്നേരം സൈഡ്സിൽ ബുട്ട ആ ഒരു ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ദുപ്പട്ടയിൽ വന്നാലും നോക്കിയേ, രണ്ട് ബോർഡേഴ്സിലും തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് വിത്ത് സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. എല്ലാം എല്ലാവരുടെയും റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കളർഫുൾ ഷെയ്ഡ്സ് ആണ് ഓടുന്നത്. സോ എല്ലാവരും മാക്സിമം ഇത് പർച്ചേസ് ചെയ്യാൻ തന്നെ നോക്കുക. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരണം, നമ്മുടെ ഡാർക്ക് കളേഴ്സ് എല്ലാവർക്കും ഒത്തിരി ആയിട്ടുണ്ട്, അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ ലൈറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നല്ല ഹെവി വർക്കാണ്. സെൻറ്ററിൽ ഹെവി ആയിട്ടുള്ള പാനൽ വർക്ക് ചെയ്തിട്ട് സൈഡ്സിൽ ബൂട്ടായിട്ടും എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നു. ഈ കളേഴ്സ് നോക്കിയാൽ മതി, പാറ്റേൺസ് സെയിം ആണ്, പോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ഇത് അടുത്ത ഷെയ്ഡ് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ്, നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ്, എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിലും അതിലും ഏറ്റവും മൂവിങ് ആയിട്ട് വരുന്ന ടൈപ്പ് നല്ല ഷെയ്ഡ്സുകൾ തന്നെയാണ് ഇതിലും സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ലൈൻസും വിത്തും ഒക്കെ വരുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് എല്ലാത്തിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എംബ്രോയിഡറി വരുന്നത് തിക്ക് പാനൽ വർക്ക് വിത്ത് ഇതേപോലെ, അതും ഒരു നോർമൽ ഉള്ള റേഞ്ചിൽ. നോർമലി ഇങ്ങനത്തെ പാനലിൽ ഹെവി ആയിട്ട് ഇത്രയും എംബ്രോയിഡറിയും എന്നിട്ട് ഇതുപോലെ വർക്ക് വരുന്നതെല്ലാം നമ്മൾ നേരത്തെ ഒക്കെ ഇട്ടേക്കുന്നത് 1650 അങ്ങനത്തെയൊക്കെ റേഞ്ചിലാണ്. ഇത് ഇച്ചിരി കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡുകളിൽ ഇതാണ് ദുപ്പട്ട വന്നിരുന്നത്. ദുപ്പട്ടയിൽ നമ്മൾ ആ റേഞ്ചിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ദുപ്പട്ടയുടെ ഒരു ബോർഡറിലായിരിക്കും വരിക, രണ്ട് ബോർഡേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ പാനൽ വർക്ക് കോട്ടണിലും ജോർജറ്റിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് 1650 750 ആ റേഞ്ചിലാണ്. ഇപ്പം ഇത് കൊണ്ടുവന്നേക്കുന്നത് 1290 റേഞ്ചിലാണ്. അതും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യക്ക് പുറത്തോട്ട് നമുക്ക് സർവീസ് ഉണ്ട്. ഇതുണ്ട് അടുത്ത കളർ, നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളർ പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ളൊരു സിൽവർ ആഷ് ടോൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ സെയിം പാറ്റേൺ ഓഫ് എംബ്രോയിഡറി വർക്ക് തിക്കായിട്ട് ആ ഒരു പാനൽ കൊടുത്തിട്ട് അതിൽ കുറച്ച് കോൺട്രാസ്റ്റ് കളേഴ്സിൽ വലിയ ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നു. പിന്നെ ഇതാണ് ദുപ്പട്ട വന്നേക്കുക, സെയിം കളറിൽ തന്നെ വരുന്ന ഫുൾ വർക്ക് വരുന്ന ദുപ്പട്ടയാണ്. രണ്ട് ബോർഡേഴ്സ് അത്യാവശ്യം തിക്ക് ബോർഡർ, സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. പിന്നെ ഇതുപോലത്തെ ഫ്ലവർ വർക്ക് ആണ് സ്കാറ്റർ ചെയ്ത് വരുന്നത്. ബോട്ടോ ലൈനിങ്ങും സാൻഡൂണും ക്രേപ്പും ഫാബ്രിക്കിലാണ്. ഇതാണ് ലാസ്റ്റ് കളർ വന്നേക്കുന്നത്. അപ്പം നിങ്ങളുടെ ജോർജറ്റ് കളക്ഷനിൽ ഇല്ലാത്ത ടൈപ്പ് കളേഴ്സ് ആണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ യൂഷ്വലി കൊണ്ടുവരാത്ത ടൈപ്പ് പുതിയ, അതും ഒത്തിരി തീർത്തും പേസ്റ്റൽ എന്നൊന്നും പറയത്തില്ല, നല്ല കളർ ടോൺസ് ആണ് ഇതെല്ലാം വന്നേക്കുന്നത്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. നല്ല ഹെവി വർക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സേ ഉള്ളൂ. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.